വിപുലീകരിക്കുന്നതിനും യുവതലമുറകളിലേക്ക് ഇത്തരം പൈതൃക കലകളെ ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പൈതൃകത്തിന്റെ ഓഫീസിൽ ഒരു പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. ഓട്ടംതുള്ളല്, ഫ്ലൂട്ട്, അതേപോലെ തന്നെ ഭരതനാട്യം തുടങ്ങി എല്ലാവിധ പൈതൃക കലകളും അവിടെ സൗജന്യമായിട്ട് പൈതൃകത്തിന്റെ ഓഫീസിൽ നടത്തി വരുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ എല്ലാം എത്തിച്ചേരാവുന്നു. കൂടാതെ എല്ലാ വ്യാഴാഴ്ചകളിലും ഗുരുവായൂർ പൈതൃക ഓഫീസുകളിൽ ഗുരുവായൂരിന്റെ ഗുരുവായൂർ പെരുമ എന്ന പേരിൽ ഗുരുവായൂരിന്റെ ആദ്യകാല ചരിത്രവും സ്മരണകളും പുതുതലമുറക്ക് വൈകുന്നേരം ആദരണീയരായ വിശിഷ്ടാതിഥികൾ എത്തിക്കഴിഞ്ഞ് ചടങ്ങ് ആരംഭിക്കുകയായി. ബഹുമാന്യനായ കഥകളി രംഗത്തെ ഹരിതശ്രീ കലാമണ്ഡല ഗോപിയാശാൻ എത്തിക്കഴിഞ്ഞു. പത്മശ്രീ പെരുവന കൂട്ടന്മാരാർ എത്തിക്കഴിഞ്ഞു. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, ശ്രീ അജിത് തൊളാടി, ശ്രീ എം പി സുരേന്ദ്രൻ, ശ്രീ ഉണ്ണിക്കെ വാര്യർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, കവി ശ്രീ രാധാകൃഷ്ണൻ കാക്കശ്ശേരി തുടങ്ങി പരിപാടിയിൽ സംബന്ധിക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം എത്തിക്കഴിഞ്ഞു. ഈ അനുസ്മരണ സദസ്സിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനിയായ ഉദ്ഘാടകൻ ശ്രീ സത്യനന്ദിക്കാട് അദ്ദേഹം നേരത്തെ എത്തിക്കഴിഞ്ഞു. ഈ പരിപാടിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ഈ വേദിക്ക് മുന്നിലുള്ള ഭദ്രദീപം എല്ലാവരും ചേർന്ന് തെളിയിച്ചുകൊണ്ട് ഈ അനുസ്മരണ സദസ്സിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും എല്ലാ പ്രധാനപ്പെട്ട വിശിഷ്ടാതിഥികളും ഈ സദസ്സിന്റെ മുന്നിലേക്ക് കടന്നു നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ ചുവലൂർ കൃഷ്ണൻകുട്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പത്നി സരസ്വതി കൃഷ്ണൻകുട്ടിയും ഉഷാ സുരേഷും ഉണ്ണികൃഷ്ണനും ചേർന്ന് ദീപം തെളിയിച്ചതിന് ശേഷം പുഷ്പാഞ്ജലി നടത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ചുവലൂർ സാറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാഞ്ജലിക്ക് ശേഷം ഈ സദസ്സിന് മുന്നിലെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് അനുസ്മരണ സദസ്സിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും നിർത്തിയിട്ടല്ല കുട്ടന്മാര
പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മുതൽ നായരെ സാദരം ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ആരാധ്യനായ ചടങ്ങിൻ്റെ അധ്യക്ഷവേദിയിലെ മഹാത്മാക്കളെ, പൈതൃകത്തിൻ്റെയും മേക്കാടാളശ്ശേരിയുടെയും ചൊവ്വൂർ സ്മൃതി സമിതിയുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകൾക്കും അഭിവാദ്യം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിനാണ് പൈതൃകം ഇന്ന് നേതൃത്വം നൽകുന്നത്. നിരവധി കുടുംബ സംഗമങ്ങളിൽ ഒത്തുചേർന്ന് നിരവധി പ്രഭാഷണങ്ങളിലൂടെ എല്ലാം തന്നെ ചിരപരിചിതരായ കുറേ ആത്മാക്കളാണ്, മനുഷ്യാത്മാക്കളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. പൈതൃകത്തെക്കുറിച്ച് ഇതിനു മുൻപേ സംസാരിച്ച എല്ലാ വ്യക്തികളും പറഞ്ഞിരിക്കും. ഇന്ന് ചൊവ്വൂർ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഗുരുവായൂർ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു മണ്ണിൽ വെച്ച് ഒന്നാം ഈ അനുസ്മരണ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് പൈതൃകത്തിന് സാധിച്ചു എന്നുള്ളത് പൈതൃകത്തിൻ്റെ നാൾ വഴി വലിയൊരു അഭിമാന മുഹൂർത്തമായി തന്നെ കരുതട്ടെ. ഇത്തരത്തിൽ ഒത്തുചേർന്ന എല്ലാവർക്കും ഈശ്വരാനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥനയോടെ എൻ്റെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ പൈതൃകത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്താണ്. ഇത്തരത്തിലുള്ള പരിപാടികൾക്കെല്ലാം തന്നെ കഴിഞ്ഞ 10-25 വർഷമായി നേതൃത്വം നൽകുന്ന അദ്ദേഹത്തെ ആദരവോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ചലച്ചിത്ര സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാട് അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു സന്ധ്യയിൽ നമുക്ക് ഈ ഒരു സത്സംഗത്തിൽ ഒത്തുചേർന്ന അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് വേണ്ടി പൈതൃകം ഭാരവാഹികളെ ക്ഷണിക്കുന്നു. മൂന്ന് പത്മശ്രീകളാണ് ഇവിടെ ഇതിലെ ഈ ഒരു ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കെല്ലാം വളരെ പരിചിതരാണ്. ഞാൻ പറയുമ്പോൾ അതൊരു അധിക പ്രസംഗമായി ഒരു വിശേഷണവും വേണ്ടാത്ത വ്യക്തികളാണ്. എന്തായാലും ഈ ഒരു കലാമണ്ഡലം ഗോപി ആശാനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൈതൃകത്തിൻ്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം 2022 നൽകി ആദരിക്കുന്നതിന് പൈതൃകത്തിന് സാധിച്ചു. എന്തായാലും വളരെ സന്തോഷം. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ പെരുവനം കുട്ടന്മാരാരാണ്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള വസ്തുതയല്ല, എങ്കിലും അദ്ദേഹവും ഈ ചടങ്ങിൽ മിഴിവേകുന്നതിന് എത്തിച്ചേർന്നു. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാനാണ് എത്തേണ്ടത്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം വഴിയിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ വിശേഷപ്പെട്ട ഒരു ചടങ്ങ് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ശ്രീ ചോറ് കൃഷ്ണകുട്ടി അദ്ദേഹം എഴുതി തീർത്ത കുറച്ച് കവിതകളുടെ സമാഹാരം ഈ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് അവതാരിക എഴുതിയത് ശ്രീ രാധാകൃഷ്ണൻ മാഷാണ്. ഗുരുവിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനായ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ വൈദികത്തിന്റെ നിരവധി വേദികളെ പ്രഭാഷണങ്ങളോടെ ധന്യമാക്കിയ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ അവர்களാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഏറെ വിശേഷണങ്ങളൊന്നും വേണ്ടാത്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട് പ്രത്യേകിച്ചും വൈദികത്തിന്റെ നിരവധി വേദികളിൽ എത്തിയിരുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടും വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ MP സുരേന്ദ്രൻ സർ മാതൃഭൂമിയിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. അദ്ദേഹം വൈദികത്തിന്റെ പല വേദികളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു ചടങ്ങിലെത്തി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പ്രകാശനം ചെയ്യുന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ ഡോക്ടർ VK വിജയൻ സാറാണ്. വളരെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പുസ്തകം ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. SMUP സ്കൂളിൽ ശ്രീ ചോരു കൃഷ്ണകുട്ടി സാർ പഠിച്ചിരുന്ന സ്കൂളിന്റെ കൊടുക്കുന്ന ഒരു അവാർഡ്, ആ തുക നൽകുന്നത് നമ്മുടെ ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാനാണ് ശ്രീ M കൃഷ്ണദാസ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സംഗീതജ്ഞൻ ശ്രീ PS രാധാകൃഷ്ണൻ, ഒരു നേരമെങ്കിലും കാണാതെ വയ്യണ്ടേ എന്ന് പറയുന്ന ആ ഒരു പാട്ടിലൂടെ മാത്രം കേരളക്കരയെ ഏറ്റവും സുപരിചിതമാക്കിയ ശ്രീ PS രാധാകൃഷ്ണൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ ഉണ്ണിക്കെ വാര്യർ, മലയാള മനോരമയുടെ ഇന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരിലൂടെ നമ്മൾ അറിയപ്പെടുന്ന ശ്രീ ഉണ്ണിക്കെ വാര്യർ നിരവധി കാലം ചോലൂർഷൂട്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയാണ് മലയാള മനോരമയുടെ അച്ചുകൂടം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹത്തിനും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ അജിത് കോളാൻ സാറാണ് അടുത്തത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത്. അജിത് കോളാൻ സാറും ഈ പറഞ്ഞ പോലെ തന്നെ വൈദികത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വേദികളിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. പ്രഭാഷണങ്ങളിലൂടെയും ഏറ്റവും ഗുരുവായൂരുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ശ്രീ അജിത് കോളാൻ സാറിനെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ശ്രീ MP സുരേന്ദ്രൻ സാർ, അദ്ദേഹം ശ്രീ PS പ്രേമാനന്ദൻ സാർ നമ്മളൊരു ആദരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ മികച്ച നിർമ്മാണത്തിനുള്ള ഒരു അവാർഡ് ലഭിച്ച ശ്രീ PS പ്രേമാനന്ദൻ രാധാകൃഷ്ണ ഗ്രൂപ്പിന്റെ അതുപോലെ SNDP യോഗത്തിന്റെ മുതിർന്ന ഒരു സംഘാടകനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. LLB പരീക്ഷയിൽ അവാർഡ് ലഭിച്ച ശ്രീ KU കൃഷ്ണകുമാറിന്റെ മകൾ ശ്രീ ലക്ഷ്മി കൃഷ്ണകുമാർ, അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരി ശ്രുതി സുബ്രഹ്മണ്യൻ, അമൃത TVയിലൂടെ ഏറെ പരിചിതയായ പൈതൃകം ഗുരുവായൂരിന്റെ കോർഡിനേറ്റർ ശ്രീ സുബ്രഹ്മണ്യന്റെ മകള് കൂടിയാണ്. ശ്രുതിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മമ്മിയൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ രുക്മിണിയുടെ പ്രധാനിയുമായ ശ്രീ ശ്രീ പ്രകാശ് സ്വാമിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രവുമല്ല വൈദികത്തിന്റെ ഭാരവാഹികൾ,
ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ സഹധർമ്മിണി, മകൻ ഉണ്ണികൃഷ്ണൻ, മകൾ ഉഷ, മറ്റു കുടുംബാംഗങ്ങൾ, ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ്. പേരെടുത്ത് പറയേണ്ട വ്യക്തികളാണ്. നിരവധി മേഖലകളിൽ നിന്ന് എത്തിയിട്ടുള്ള പൗരപ്രമുഖരെല്ലാവരും ഉണ്ട്. സമയത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ക്ഷണിച്ചതായിട്ട് കരുതണം. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഗുരുക്കന്മാരായ അച്ഛൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായ വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു അനുസ്മരണ ചടങ്ങ് ഗുരുപാരമ്പരയിൽ വെച്ച് തന്നെ, ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമുള്ള ഈ ഗുരുവായൂരിൽ വെച്ച് തന്നെ നടത്താൻ പറ്റി എന്നുള്ളത്, ഇത്രയധികം വിശിഷ്ട അതിഥികൾ വന്ന് പ്രൗഢഗംഭീരമായ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നുള്ളതും ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാനും നമ്മളെല്ലാവരും, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ കരുതുന്നത്. ഇന്നിവിടെ 3-4 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടത്താൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തേത് അച്ഛൻ്റെ പേരിലുള്ള ഒരു വെബ്സൈറ്റ്, അതിൻ്റെ ഉദ്ഘാടനം തന്നെയാണ്. അത് വളരെ കാലമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, അത് സഫലീകരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ സത്യനന്ദിക്കാട്, അദ്ദേഹം വന്നിട്ടുണ്ട്, അത് ഉദ്ഘാടനം ചെയ്യാം. അടുത്തത് അച്ഛൻ്റെ കവിതാ സമാഹാരം, ഒരു നേരമെങ്കിലും എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയും അത് ഗുരുവായൂർ ദേവസ്ഥയിലേക്ക് സമർപ്പണം ചെയ്യുകയും ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ വിജയൻ സാർ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. ആ സമർപ്പണ ചടങ്ങ് അമ്മ അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ട് ഈ അതിഥികളുടെ, വിശിഷ്ടാതിഥികളുടെ ഈ ചടങ്ങിൽ വെച്ച് നൽകിക്കൊണ്ട് ചെയ്യണമെന്നാണ് അദ്ദേഹം. മൂന്നാമതായി അച്ഛൻ പഠിച്ചിട്ടുള്ള SMUP സ്കൂൾ ഇരിങ്ങപ്പുറം, അച്ഛൻ പഠിച്ച പ്രൈമറി സ്കൂൾ, ഏകദേശം 108 വർഷം പഴക്കമുള്ള സ്കൂളും അച്ഛന് വളരെയധികം മാനസികമായി ബന്ധവും അടുപ്പമുള്ള സ്കൂളിലേക്ക് എല്ലാ വർഷവും സാഹിത്യ അഭിരുചി കുട്ടികളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ ഏറ്റിട്ടുണ്ട്. അത് സ്കൂളിലെ ഹെഡ് മാഷ് ശ്രീ സജീവ് മാഷിന് കൈമാറിക്കൊണ്ട് ഇന്നിവിടെ ഈ ചടങ്ങിൽ അത് ഞങ്ങൾക്ക് നിർവഹിക്കണമെന്നുണ്ട്. പിന്നെ അടുത്ത വർഷം മുതൽ 2024 മുതൽ ചൊവ്വല്ലൂർ സ്മൃതി പുരസ്കാരം എന്ന പേരിൽ ഒരു അവാർഡ് നൽകണം എന്നൊരു ആഗ്രഹം, ഒരു ചെറിയ ആഗ്രഹം, ഒരു വലിയ ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും അനുഗ്രഹവും മാർഗനിർദ്ദേശവും ഒക്കെ തന്നെ ഉണ്ടായാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അവാർഡ് നൽകാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കൂടി ചെയ്യണമെന്നാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും പൈതൃകം ഗുരുവായൂരും മാക് കണ്ടാനശ്ശേരിയും ഇത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും, ബന്ധുമിത്രാദികളും വിശിഷ്ടാദികളും ഒക്കെ തന്നെ ഏറ്റവും അച്ഛന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ള ഒരു വളരെ അധികം ഒരു വലിയ സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. 2 വാക്ക് പറയുക എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും, അമ്മയും എൻ്റെ ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും പേരിൽ വലിയ കടപ്പാടും നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ മുമ്പ് സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ദീക്ഷ പ്രസംഗത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞ കുറേ നേരമായിട്ട് ആമത പ്രസംഗത്തിൽ ഞങ്ങളെ പൈതൃകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ 5 മണിക്ക് പോകേണ്ടതുകൊണ്ട് ഏതായാലും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നേരത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ പൈതൃകത്തെ ഈ ഒരു ചടങ്ങ് നടത്താനായിട്ട് തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ ഒരു 4 പരിപാടികൾ കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് ഒരു 6 മണിയോടുകൂടി നമ്മുടെ പ്രസംഗ പരിപാടികൾ കഴിഞ്ഞ് മാക് കണ്ടാനശ്ശേരിയുടെ ചൊവ്വല്ലൂർ ഗാനസദ്യ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇവിടെ കേട്ടൊരു കാര്യമാണ്. ഏതായാലും അതിലേക്ക് ഉദ്ഘാടനത്തിലേക്ക്
പെട്ടെന്ന് നടത്തേണ്ടത് കൊണ്ട് അധ്യക്ഷ പ്രസംഗം നിർത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൃഷ്ണൻകുട്ടിയുടെ www.chogalurkrishnankutti.com എന്ന വെബ്സൈറ്റിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ആദരണീയനായ സിനിമാ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാടിനെ സാദരം ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികൾ ഇരുന്നാൽ പിന്നീട് LED സ്ക്രീനിൽ വെബ്സൈറ്റ് നമുക്ക് കാണാവുന്നതാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ശ്രീ ചോഗലൂർ കൃഷ്ണൻകുട്ടിയുടെ എല്ലാവിധ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. www.chogalurkrishnankutti.com എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. അടുത്തതായി ശ്രീ ചോഗലൂർ കൃഷ്ണൻകുട്ടി എഴുതിയ അപ്രകാശിതങ്ങളായ കവിതകളുടെ പ്രകാശന ചടങ്ങാണ്. പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ, സരസ്വതി കൃഷ്ണൻകുട്ടി എന്നിവർ. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അതേപോലെ മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും വന്നതും അപ്രകാശിതവുമായിട്ടുള്ള ചോഗലൂർ കൃഷ്ണൻകുട്ടിയുടെ കവിതകളുടെ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്നത്. ഈ പുസ്തകത്തിന്റെ 250 കോപ്പി ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇതിനോടൊപ്പമുണ്ട്. പുസ്തകത്തിന്റെ 250 കോപ്പി ഗുരുവായൂർ ദേവസ്വത്തിന് സൗജന്യമായി നൽകുന്നുണ്ട്. അടുത്തതായി ഒരു ബ്രാൻഡാണത്. ഒരു മുളന്തണ്ട് കൊണ്ട് ലോകമാകെ വിശ്വപ്രേമം വരുത്തിയ ശ്യാമസ്വരൂപനായ ഉണ്ണിക്കണ്ണന്റെ നാടാണ് ഗുരുവായൂർ. ഈ ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂർ ഓടക്കുഴൽ എന്ന ഒരു ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് ഓടക്കുഴൽ ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഇതിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. ശ്യാമൻ ചേർത്തലയാണ് ഇത് തയ്യാറാക്കിയത്. ആദരണീയനായ കലാമണ്ഡലം ഗോപിയാശാനും TS രാധാകൃഷ്ണജിയും ചേർന്ന് ഇത് പൈതൃകത്തിന്റെ ഭാരവാഹികൾക്ക് കൈമാറുന്നു. ശ്രീ മണലൂർ ഗോപിനാഥ്, പൈതൃകത്തിന്റെ കലാക്ഷേത്രത്തിന്റെ കോർഡിനേറ്റർ മണലൂർ ഗോപിനാഥിന് കൈമാറുന്നു. അടുത്തത് ശ്രീ ചോഗലൂർ കൃഷ്ണൻകുട്ടി തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ച ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ സാഹിത്യ അഭിരുചിയുള്ള കുട്ടികൾക്ക് 5000 രൂപയുടെ എൻഡോമെന്റിന് ശ്രീ സത്യൻ അന്തിക്കാടിനെ ക്ഷണിക്കുന്നു. ചോഗലൂർ സാറിന്റെ മകൾ ഉഷ സുരേഷും ശ്രീ സത്യൻ അന്തിക്കാടും ചേർന്നാണ് ഈ പുരസ്കാരം SMUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ KS സജീവിനെ കൈമാറുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിനായി ശ്രീ സത്യൻ അന്തിക്കാട്. വേദിയിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ, ഓരോരുത്തരെയും പേരെന്ന് പറഞ്ഞില്ല, കലാമണ്ഡലം ഗോപേശൻ മുതൽ എൻ്റെ സുഹൃത്ത് ഉണ്ണിമാര് വരെയുള്ള ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ആളുകൾ സദസ്സിലുണ്ട്.
ശരിക്കും ഗുരുവായൂർ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ ആദ്യാവസാനം വേണ്ടത് കൃഷ്ണൻകുട്ടി ചേർന്നതാണ്. ചൊവ്വല്ലൂരില്ലാതെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു സാഹിത്യ സാംസ്കാരിക സദസ്സ് ഇവിടെ നടക്കാറില്ല. മനസ്സുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സങ്കടകരമായ അവസ്ഥയാണ്. പലപ്പോഴും ലോഹിദാസിന്റെയും ജോൺസിന്റെയൊക്കെ അനുസ്മരണ പരിപാടികളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കാറുണ്ട്. പക്ഷെ ഉണ്ണിയും ഉഷയും സരസ്വതി ചേച്ചിയൊക്കെ ഇങ്ങനൊരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു തിരക്കുകളും അതിനെ ബാധിക്കില്ല, ഞാൻ വന്നിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ ജ്യേഷ്ഠ തുല്യനായി കരുതുന്ന അല്ലെങ്കിൽ ഗുരുതുല്യനായി കരുതുന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എന്ന കൊച്ചപ്പാടിനോടുള്ള ആദരവ് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ 2 സുപ്രധാന മുഹൂർത്തങ്ങളുള്ള സാക്ഷിയാണ്, അല്ലെങ്കിൽ അതിന്റെ മുഖ്യ കാർമ്മികനാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. അത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഒന്ന്, എൻ്റെ വിവാഹം ചോറ്റാനിക്കരം പ്രതിവെച്ചിട്ടാണ് നടന്നത്. അത് ചെറിയൊരു ഒളിച്ചോട്ടത്തിന്റെ ഒക്കെ ബാക്കിയായിട്ടായിരുന്നു. അപ്പോ ചോലൂരാണ് പറഞ്ഞത് രജിസ്റ്റർ ചെയ്താൽ 1 മാസം കഴിഞ്ഞിട്ടാണ് അതിന് വാലിഡിറ്റി ഉള്ളത്. നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചൊന്ന് താലി കെട്ടിയേക്കാണ്. ആകെ 10-12 പേരുണ്ടായിരുന്നുള്ളൂ. ചുവലകൃഷ്ണനും സരസ്വതി ചേച്ചിയും ഉഷയും. ഉണ്ണി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഉണ്ണി ഉണ്ടായിരുന്ന ഉണ്ണിയുണ്ട്. പിന്നെ ശങ്കരാടി, സുകുമാരി ചേച്ചി, അങ്ങനെ ഒരു 10-12 പേര് മാത്രം. അവരുടെ സാന്നിധ്യത്തിലാണ് ഞാൻ എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട് ഇവിടെ വനിതകത്തെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പൊ അത് മലയാള സിനിമയിൽ അധികം ആർക്കും അവകാശപ്പെടാനാവാത്ത ഒരു നല്ല മുഹൂർത്തമായിരുന്നു. മറ്റൊന്ന്, 82 എൻ്റെ ആദ്യത്തെ സിനിമ പുറത്തുനിന്ന് കൂട്ടേൻ്റെ കല്യാണം എന്ന സിനിമ. പക്ഷെ അതിനും 1 വർഷം മുമ്പ് ഞാനൊരു സിനിമ തുടങ്ങി വെച്ചിരുന്നു. ചമയം എന്നായിരുന്നു അന്ന് ഇട്ടിരുന്ന പേര്. അത് കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ ജോൺ പോൾ തിരക്കേട് എഴുതി. അന്ന് കമലഹാസൻ നെടുപടി വീണാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. കമലഹാസൻ വരാൻ സാധിച്ചിരുന്നില്ല. നെടുപടി വീണ് നടക്കാനുള്ള കുറച്ച് പേരുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു ചെറുതിൽ വെച്ചിട്ട്. അത് അതിന്റെ സംഘാടകനായിട്ട് മുന്നിൽ നിന്നത് കൃഷ്ണൻകുട്ടി ചേർന്നാണ്. കാര്യം അത് മറ്റൊരു തരത്തിലുള്ള സിനിമയാണ്. ഞാൻ പിന്നീട് ചെയ്ത നാടകക്കാരോ അല്ലെങ്കിൽ ഗാന്ധികളോ പോലുള്ള തമാശകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയല്ല ആയിരുന്നില്ല. അത് കുറച്ചുകൂടി ഇപ്പൊ ഭരതന്റെ ഒക്കെ പടങ്ങളുടെ ചായയുള്ള ഒരു സിനിമയായിരുന്നു. ജോൺ പോളാണ് എഴുതുന്നത്. കലാമണ്ഡലത്തിലെ കുറച്ച് വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടുള്ള കഥയായിരുന്നു. അപ്പൊ അതിന്റെ ലൊക്കേഷൻ കാണാനും അതിന്റെ ഷൂട്ടിങ്ങിന് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും മുന്നിൽ നിന്നിരുന്നത് ചുവലകൃഷ്ണൻകുട്ടിയാണ്. അതായത് എന്നെ ഒരു സംവിധായകനായി കാണണമെന്ന് ആഗ്രഹിച്ച ആദ്യത്തെ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പൊ മാത്രമല്ല, ഈ ടെൻഷനൊക്കെ ലഘൂകരിക്കാൻ ഏറ്റവും പറ്റിയ ആളാണ്. നർമ്മം എന്ന് പറയുന്നത് അടുത്തറിയുന്നവർക്ക് ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഹാസ്യം അല്ലെങ്കിൽ നർമ്മം അത് അത്രയും ക്ലാസ്സാണ്. കാര്യം ഒരിക്കലും തമാശ പറയണമെന്ന് തോന്നുകയില്ല. നിത്യജീവിതത്തിൽ ഇപ്പം അദ്ദേഹം ഒരുപാട് ഹാസ്യ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അഭിമുഖപദം എന്ന് പറഞ്ഞ പരമ്പര തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നേരിട്ടുള്ള സംസാരത്തിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന നർമ്മ പ്രയോഗങ്ങൾ ഉണ്ണിവാരിക്കർക്ക് അത് വളരെ കൂടുതൽ അറിയാവുന്നതാണ്. അത് വളരെ രസകരമാണ്. തമാശയെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ ചമയത്തിന്റെ ലൊക്കേഷൻ ഞാൻ പോയ സമയത്ത് മോഹൻ എന്ന് പറഞ്ഞൊരു സുഹൃത്ത് എറണാകുളത്തുള്ള സുഹൃത്തുണ്ടായിരുന്നു. അപ്പൊ രാത്രിയായപ്പോൾ മോഹൻ കുറച്ച് കള്ളു കുടിച്ചു. മോഹനൊന്നും ഇല്ല, മരിച്ചുപോയി. അപ്പൊ കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ മോഹൻ മൊത്തത്തിൽ ആളങ്ങനെ മാറി. ഉണ്ണീഷനുണ്ട്, ഞാൻ കൃഷ്ണൻകുട്ടി ഞാനുണ്ട്, ഞാനുണ്ട്, കാർട്ടൂണിസ്റ്റ് യേശുദാസുണ്ട്. മോഹൻ അപ്പോഴത്തെ പ്രോബ്ലം ഈ കാവാലം നാരായണ പണിക്കർ എന്നുള്ള പേര് ശരിയില്ല. കാവാലം നാരായണ പണിക്കർ മാച്ച് ചെയ്യുന്നില്ല. അപ്പോ കൃഷ്ണകുട്ടിയോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ ഇട്ടിരിക്കുന്ന നാരായണ പണിക്കറന്നല്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല, അത് തീരെ ശരിയല്ല. കാവാലം മറ്റു മാച്ച് ആവുന്നില്ല. അപ്പൊ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി തിരുത്തു കൊടുത്തു. നമുക്ക് കാവാലം ഗോപാല പണിക്കറുണ്ടായാലോ? അപ്പൊ ഓക്കെ, കാവാലം ഗോപാല പണിക്കർ അത് മതി. അപ്പൊ കൃഷ്ണകുട്ടിയുടെ പറഞ്ഞു, നമുക്ക് തർക്കിക്കാൻ പോണ്ട, നമുക്ക് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വേദിയാണിത്. അടുത്തതായി അദ്ദേഹത്തിന്റെ ഒരു നേരമെങ്കിലും എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നതിന് രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഗുരുവായൂരിന്റെ ഗുരു കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷമായ സദസ്സിന് നമസ്കാരം.
ചുവലുവിനെ അനുസ്മരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ സമ്മിശ്ര വികാരങ്ങളാണ് മനസ്സിലേക്ക് കയറി വരുന്നത്. വളരെ അടുത്ത കാലത്ത് വരെ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും അന്യോന്യം സംവദിക്കുകയൊക്കെ ചെയ്ത ഒരാൾ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഉള്ള ഒരു വേദന എങ്ങനെ പങ്കുവയ്ക്കണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നേരമെങ്കിലും എന്നത് കവിതാ സമാഹാരം എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ സമാഹാരം എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഒരു ചോദ്യം വരും, കവിതയും ഗാനവും രണ്ടാണ്? രണ്ടല്ല, ഒന്ന് തന്നെയാണ്. എല്ലാ ഗാനങ്ങളും കവിതകൾ തന്നെയാണെങ്കിലും കവിതയെയും ഗാനത്തെയും വേർതിരിക്കുന്ന ഒരു വിഭാഗക രേഖ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു നൈമിഷികമായ അനുഭവങ്ങൾ 5-6 വരികളിൽ ഒതുക്കി വളരെ സാന്ദ്രമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ, വൈകാരികമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഗാനം എന്നാണ് സാധാരണ നമ്മൾ പറഞ്ഞു വരാം. വേണമെങ്കിൽ പഴയ സംസ്കൃത ശൈലിയിൽ പറയുകയാണെങ്കിൽ മുഖതകളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു നേരമെങ്കിലും എന്ന ആ ഒരു ഗാനം ഒന്നാന്തരം ഒരു മുഖത. ഈ അനുസ്മരണ സദസ്സിന് ശേഷം 6 മണിക്ക് നായകനാശ്ശേരി ഒരുക്കുന്ന ഗാനമേളയുണ്ട്. അടുത്തതായി ശ്രീ ചെറുലു കൃഷ്ണൻകുട്ടി എന്ന കൊച്ചുപേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സജ്ജനങ്ങളെ എവർക്കും നമസ്കാരം. കൊച്ചുപേട്ടനെ ഓർക്കാത്ത ദിവസം ഒരു നേരമെങ്കിലും ഇല്ല എന്നതാണ് അദ്ദേഹത്തെ അടുത്തറിയുന്ന ആൾക്കാർക്ക് എല്ലാം. അദ്ദേഹം ഒരു നേരമെങ്കിലും കാണാതെ വരിക എന്ന കൃഷിയെ എത്തിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചുപേട്ടനെ ഒരു നേരം ഓർക്കാതിരിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. അത്രയ്ക്ക് വലിയ അടുപ്പം, ആത്മബന്ധം പരിചയപ്പെടുന്നവര്, അദ്ദേഹം കാണുന്നവര് എല്ലാവരുമായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു സ്നേഹനിധിയായിരുന്നു കൊച്ചുപേട്ടൻ. അന്യനെ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നീ. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്ന കവിത സ്കൂളിൽ പഠിച്ച ഒരു പദ്യത്തിൻ്റെ നാലായി ഓർക്കാണ്. അതായിരുന്നു കൊച്ചുപേട്ടൻ. അന്യന്റെ ഉയർച്ചയെ ഏറ്റവും സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് നന്നാവാൻ വേണ്ടി പ്രവർത്തിക്കുക. അത്തരം കൃഷ്ണൻകുട്ടിക്കൊപ്പം സാഹിത്യ സദസ്സുകളിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. വേദിയിലെയും സദസ്സിലെയും സംപൂജനായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവർ, കൊച്ചുപേട്ടനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയുന്നത് ഒരു സാഹസമാണ്. തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു നിത്യപ്രസാദമായി കൊച്ചുപേട്ടൻ എപ്പോഴും ഉണ്ടാകും. പ്രസാദപൂർണമായ ഒരു അന്തരീക്ഷമായിരുന്നു ചുവലൂർ. ഒരു ഉത്സവം പോലൊരാൾ. എന്തൊക്കെയാണോ ജീവിതത്തിലെ നന്മകളുള്ളത് അതിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ചുവലൂരിനെ തോന്നിയിട്ടുള്ളത്. പാരമ്പര്യമായി ഗുരുവായൂരപ്പന്റെ കഴകക്കാരനായി തുടങ്ങിയ അമ്പലവാസി ജീവിതം തൊട്ട് അമ്പലങ്ങളിൽ ഉത്തമ കമ്മ്യൂണിസ്റ്റായി ജീവിച്ച ജീവിതം തൊട്ട് അദ്ദേഹം കൊണ്ടു നടന്ന എല്ലാ ഋതുക്കളെയും ഒപ്പം കൂടെ കൂട്ടി. ഒരു ഉത്തമ ഗുരുവായൂരപ്പ ഭക്തനെ അവസാനം വരെ അതാണ് ഈ ഒരു നേരത്തിലുള്ള പാട്ടുകളിലൊക്കെ കാണുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന കാലത്ത് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പണ്ട് ചെറുകാട് മൂകാംബികയുടെ ഭക്തനുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. അധികം ആൾക്കാർക്ക് അറിയാത്തതാണ്.
ആലോചനകളോട് ചോദിച്ചു ഇതിലേതാണ് പ്രധാനം. അദ്ദേഹം പറഞ്ഞ ഉത്തരം, പാർട്ടിയും മുഖാമുഖയും തമ്മിൽ സംഘർഷം ഉണ്ടായാൽ ഞാൻ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു. എന്നാൽ ഗുരുവായൂരപ്പനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ സംഘർഷം ഉണ്ടായാൽ കൊച്ചപ്പെട്ടൻ ഗുരുവായൂരപ്പന്റെ കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് അത്ഭുതമല്ല, മരണം വരെ രണ്ടും തമ്മിൽ യാതൊരു സംഘർഷവും ഇല്ലാതെ കൊണ്ടു നടക്കാൻ ശിവകൃഷ്ണൻകുട്ടിക്ക് സാധിച്ചു എന്നതാണ് അതിലെ മറ്റൊരു അത്ഭുതം. അത് സാധിക്കും. ഒന്നും ഉപേക്ഷിക്കേണ്ടതല്ല ജീവിതത്തിൽ ചീത്തയായിട്ടൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം കണ്ടത്. നിത്യപ്രസാദത്താൽ നിത്യമായ സ്നേഹത്താൽ ചുറ്റുപാടുകളെ സ്നേഹപ്രതിഫലം കൊണ്ട് സമ്പുഷ്ടമാക്കാൻ ചുവല്ലൂർ എന്ന ജീവിതത്തിന് സാധിച്ചു. ഞാൻ 1978 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ടാറ്റാപുരം സുകുമാരന്റെ നേതൃത്വത്തിൽ എറണാകുളം ഫാക്ട് സ്കൂളിൽ നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമ്മേളനത്തിലാണ് കൊച്ചപ്പെട്ടൻ ആദ്യം കണ്ടത്. അന്ന് വളരെ പ്രഗത്ഭരായ വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ ഞങ്ങൾ കുട്ടികളുടെ കൂടെ രാത്രി മുഴുവൻ വെടിവട്ടവുമായി കൂടിയ ഒരേ ഒരാൾ ക്ഷമിക്കട്ടെ, കുട്ടികളുടെ കൂടെ ശുദ്ധ കലർപ്പില്ലാത്ത വെടിവട്ടം അങ്ങനെയൊന്നും മനുഷ്യരെ ഒരു കലർപ്പില്ലാത്ത വെടിവട്ടം അവനവനെ കളിയാക്കാനും കഴിയില്ലാതെ അവരുടെ തോന്നുന്നു. അങ്ങനെ പ്രശസ്തനാണ്, മനോരമയെ സബ്മിറ്റാണ്. അന്ന് മുതൽ കൊച്ചപ്പെട്ടൻ കാണാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയാം. കാണായ കുട്ടയും കൃഷ്ണാട്ട പോലെ കാണുന്നവർക്കൊക്കെ കൃഷ്ണൻകുട്ടിയിട്ടുണ്ട്. പ്രസിദ്ധമായ ഗാനം ഗുരുദേവനെ കാണാതെ ഗുരുവായൂരപ്പ എന്ന ആ ഗാനം ചിട്ടപ്പെടുത്തിയ ആദരണീയനായ ശ്രീ TS രാധാകൃഷ്ണൻ. എറണാകുളത്തെ ത്യാഗബ്രഹ്മം എന്ന പേരിലുള്ള സംഗീത സഭ നടത്തുന്ന ശ്രീ TS രാധാകൃഷ്ണൻ ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്നു. ഗുരു കൃഷ്ണ തുളസീദളമായി ഞാൻ ഒരു ദിനം ഗുരുവായൂരപ്പ നിൻ കാൽക്കൽ വീഴും കരുണ ചെയ്വാനി താമസം എന്തെന്ന കഴലിന കെട്ടി പിടിച്ചു കേഴും ഒരു കൃഷ്ണ തുളസീദളമായി ഞാൻ ഒരു ദിനം ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. കൊച്ചപ്പെട്ടനെയും എന്നെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്നൊരു ഗാനമായിരുന്നു ഇവിടെ എല്ലാവരും പരാമർശിച്ച ഒരു നേരമെങ്കിലും എന്നുള്ള ഗാനം. ഞാനിപ്പോൾ ഈ പാടിയ വരികളും കൊച്ചപ്പേട്ടൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഭാവകാരൻ ജയേട്ടൻ ആലപിച്ചൊരു ഗാനമാണ്. ശ്രീരാധാകൃഷ്ണനോട് പറഞ്ഞ ഇന്നത്തെ അനുവല്ലയിലും ചരണത്തിലും എല്ലാം ആൽവൻ തിരുമേനിയും ചെമ്പയും കുരൂരമ്മയും മഞ്ജുളാൽ തറ എല്ലാത്തിനെയും അതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു ഗാനമാണിത്. പക്ഷേ ഗുരുവായൂരപ്പൻ ഈ പാട്ടിനൊന്നും അങ്ങോട്ട് എത്തിച്ചില്ല. അദ്ദേഹം ഈ ഒരു നേരം എന്നുള്ള പാട്ട് ഞങ്ങൾ കയ്യിലേറ്റെടുത്തു. ഞങ്ങൾ പറയാൻ കുറച്ചൊക്കെ ഞാൻ എവിടെ വെച്ച് കാണുമ്പോൾ പറയും അതിനകത്ത് അദ്ദേഹം ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് TSA. അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല, സത്യമാണ്. അദ്ദേഹം 10,000 ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. എനിക്കും അങ്ങനെ ഭാഗ്യം ഗുരുവായൂരാക്ഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഗാനത്തിന് മേൽക്കോട്ടേക്ക് ഒരു ഗാനത്തിനെ ഗുരുവായൂരപ്പൻ എത്തിച്ചിട്ടില്ല. ആ ഗാനത്തിൻ്റെ ഉത്ഭവത്തെ കുറിച്ച് കൊച്ചപ്പേട്ടൻ അനേകം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. 82 ഇവിടുത്തെ ഉത്സവ കാലത്ത് ഉച്ചയ്ക്ക് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നു. വൈകുന്നേരം എൻ്റെ ഭക്തിഗാന പ്രോഗ്രാം നടക്കുമ്പോൾ കൊച്ചപ്പേട്ടൻ TSA ഒരു ഗാനം എഴുതിത്തരാൻ വൈകുന്നേരം അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഞങ്ങൾ തൊഴിൽ കഴിഞ്ഞ് വൈകുന്നേരം സ്റ്റേജിൽ വന്ന് ഗുരുവായൂരപ്പൻ തോന്നിച്ച ഒരു ട്യൂണാണത്. അപ്പം ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി?
ഞങ്ങൾ രണ്ടുപേരുമില്ല. മുച്ചപ്പെട്ടം പറയും ഭഗവാൻ പറഞ്ഞു തരുന്നു, ഞാൻ എഴുതി വെക്കുന്നു. അതുപോലെ ഇത് എന്ത് രാഗത്തിൽ ചെയ്യണം, എന്ത് താളത്തിൽ ചെയ്യണം എന്നൊന്നും ഒരു നിശ്ചയമില്ലാതെ ഈ വരികൾ കഴിഞ്ഞ് കാണുമ്പോൾ ഭഗവാൻ അവിടെ അവതരിക്കുകയാണ്. ഇതാണ് സംഗീതം, ഇതാണ് സാഹിത്യം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനലാപം, മുരളി പൊഴിക്കുന്ന ഗാനലാപം. ഒരു നേരമെങ്കിലും കാണാതെ എന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. മലയാളി ഈ ഒരു ഗാനം, ആ ഗാനം എഴുതിയയാളെ കുറിച്ച്, ആ ഗാനത്തിന് വീണ പകർന്ന നൽകിയ അനുഭവ വിവരണം. അടുത്തതായി ചോലൂർ ഇവിടെ കൊച്ചപ്പേട്ടിനെ കുറിച്ച് വളരെയധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ബഹുമുഖ മേഖലകളെ കുറിച്ചൊക്കെ വളരെ നല്ല വാക്കുകൾ നമ്മൾ ശ്രമിച്ചു. കൊച്ചപ്പേട് ഞാനത് 10 വയസ്സ് മുതൽ കാണുന്നതാണ്. സരസ്വതി കൊച്ചപ്പേട്ടിനെ ഉണ്ണിയൊക്കെ. കൊച്ചപ്പേട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അനുഭവത്തിൽ, അദ്ദേഹം മാനവികതയുടെ പ്രതീകമാണ്. ജാതി മതഭേദമിന്റെ ജീവിതം ആഘോഷിച്ചിട്ടുള്ള വ്യക്തിയാണ് കൊച്ചപ്പേട്ട്. അദ്ദേഹത്തിന് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളും കറകളഞ്ഞ ഗുരുവായൂർ പ്രവർത്തനാണെങ്കിൽ അദ്ദേഹം എല്ലാ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുമായിട്ട് അഗാധമായ ബന്ധം പറയും. കൊളാടി തറവാട് പൊന്നാനിയിലാണ് മിക്കവർക്കും അറിയാം. അച്ഛനുള്ള കാലത്ത് വിവിധ മാസത്തിൽ 10 ദിവസമെങ്കിലും കണ്ടിരിക്കും. റംസാൻ സമയമുണ്ട്. 40 ദിവസത്തെ നോമ്പെടുത്ത് വൈകുന്നേരം നോമ്പ് തുറ. അന്ന് കൊളാടി ഒക്കെ മാസത്തിൽ 35 ദിവസം നോമ്പ് തുറക്കി വിവിധ മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിലായി. കൊച്ചപ്പേട്ടൻ അവിടെ വരുമ്പോൾ വൈകുന്നേരത്തെ നോമ്പ് തുറക്കി മുസ്ലിം സുഹൃത്തുക്കളുടെ വീട്ടിൽ നോമ്പ് തുറക്കണം. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അവരെ വെച്ചു. ഇത് ഇവിടെ പറഞ്ഞ കൊച്ചപ്പേട്ടിന് വ്യത്യസ്തനായ കൊച്ചപ്പേട്ടിനെ ഞാൻ അവതരിപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഗുരുവായൂരപ്പന്റെ ഒരു സാംസ്കാരിക പൈതൃകവും, ഗുരുവായൂരപ്പന്റെ സാംസ്കാരിക പൈതൃകം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒന്നായി കാണുക. ആ മനുഷ്യനെ ഒന്നായി കാണാനും ഏകത്വ ഭാവത്തോടു കൂടി ജനങ്ങളെ സമീപിക്കാനും സാറിനൊപ്പം നേരിട്ടുള്ള ആളുമായ ശ്രീ MP സുരേന്ദ്രൻ നമ്മളോട് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ആദരപൂർവ്വം വന്ദിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ ടെലിവിഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ടെലിവിഷൻ. അതിൻ്റെ പേര് ഈ വഴിക്കാരായി എന്നായിരുന്നു. അത്
ഞാൻ തന്നെ പ്രൊഡക്റ്റ് ഫോളോയായി. അപ്പം അതിൽ കൃഷ്ണകുട്ടി ചേട്ടനെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് ചെന്നു. ഏട്ടനുമായി ഏറ്റവും അടുത്ത കുടുംബ ബന്ധവും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള സമയം വൈകിയിരിക്കണേ. കുട്ടികളോട് 2 ജോലി ചെയ്തിട്ടുണ്ട്. അതും പഠിച്ചത് പത്രപ്രവർത്തനം നടത്തി. ഒരു കുഞ്ഞിനെ പറഞ്ഞാൽ മാത്രം പറയാം. കാരണം കുറ്റിപ്പേട്ടിനെ കുറിച്ച് ഓർമ്മയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് പ്രശ്നം പറയുന്നു കുറ്റിപ്പേട്ടൻ വളരെ ശാന്തത. എന്ത് ഓഫീസിലെ പ്രശ്നം, പേഴ്സണൽ പ്രശ്നം, എന്ത് ഓഫീസിൽ എന്ത് പ്രശ്നം, ഇന്നത്തെ വലിയൊരു സ്ഥാപനത്തിലാവുമ്പോൾ ഒരു നമുക്ക് എത്താൻ പറ്റാത്ത തരത്തിൽ നമ്മളെക്കാട്ടിലും വലിയൊരു പ്രതിഭ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അസൂയുണ്ടാവും. കാരണം മനുഷ്യന്മാരാണല്ലോ. സ്വാഭാവികമായിട്ടും കുറ്റിപ്പേട്ടിലായി. അങ്ങനെ ഒരു ദിവസം പത്രത്തിൽ ലേഖനം വന്നു. നമ്മുടെ ഗുരുവായൂർക്കാരുടെ മനസ്സിൽ നിന്നും ഗുരുക്കാരുടെ മനസ്സിൽ നിന്നും കുറ്റപ്പേട്ടനെ ഒരാൾക്കും മാറ്റി കളയാൻ സാധിക്കില്ല. അത് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം കുറ്റപ്പേട്ടൻ, നമ്മുടെ സ്വന്തം കുറ്റപ്പേട്ടൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. LLB പരീക്ഷയിൽ 2nd റാങ്ക് നേടിയ VT ശ്രീലക്ഷ്മിക്ക് പൈതൃകത്തിലെ ഒരു പുരസ്കാരം ആരാധനായ ശ്രീ സത്യൻ അന്തിക്കാട് സമ്മാനിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം ചുമർച്ചിത്ര പഠന കേന്ദ്രത്തിന്റെ പ്രിൻസിപ്പൽ ശ്രീ KU കൃഷ്ണകുമാറിന്റെ മകളാണ് VT ശ്രീലക്ഷ്മി. തൃശൂർ ലോ കോളേജിൽ നിന്ന് LLB 2ാം റാങ്ക് നേടിയ കുട്ടിയാണ്. ശ്രീലക്ഷ്മിക്ക് പൈതൃകത്തിന്റെ ആദരം ഇവിടെ സമ്മാനിക്കുന്നു. അടുത്തതായി അമൃത ടിവിയിൽ ശ്രേഷ്ഠ ഭാരതം എന്ന ആധ്യാത്മിക പരിപാടി അവതരിപ്പിച്ച ശ്രുതി സുബ്രഹ്മണ്യൻ, പൈതൃകത്തിന്റെ അംഗമായ സുബ്രഹ്മണ്യന്റെ മകൾ ശ്രുതി സുബ്രഹ്മണ്യന്റെ പൈതൃകം ആദരിക്കുന്നു. ആരാധ്യനായ ശ്രീ സത്യനന്ദൻ അന്തിക്കാട് ശ്രുതിയെ ആദരിക്കുന്നു. ചൊവ്വല്ലൂർ സ്മൃതി ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഇതിവിടെ ഈ വെബ്സൈറ്റ് സംവിധാനം ചെയ്തിട്ടുള്ളത് ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണനും സത്യൻ അന്തിക്കാടും ചേർന്ന് ഈ പുരസ്കാരം ഇവിടെ നൽകുന്നു. അടുത്തതായി ഈ വെബ്സൈറ്റിലേക്ക് ഈ വേദിയിൽ സമ്മാനിക്കുകയാണ്. സുനിലാറത്തിനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുനിലാറത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാറിന്റെ ഒരു നേരമെങ്കിലും എന്ന കവിതാ സമാഹാര ഗ്രന്ഥത്തിന്റെ ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീ രാജേന്ദ്രനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന്റെ ലേഔട്ടും തയ്യാറാക്കിയ ശ്രീ രാജേന്ദ്രൻ, ആർട്ടിസ്റ്റ് രാജേന്ദ്രനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ചൊവ്വല്ലൂർ സ്മൃതി ട്രസ്റ്റിന്റെ ഉപഹാരം ഇവിടെ സമ്മാനിക്കുകയാണ്. അടുത്തത് ഇതിനുശേഷം നടക്കുന്ന ഗാനമേളയുടെ സംഘാടകരായ മാക് കണ്ടാണശ്ശേരി, മ്യൂസിക് ആർട്സ് ക്ലബ് കണ്ടാണശ്ശേരിയുടെ പ്രവർത്തകരെ പുരസ്കാരം നൽകി ആദരിക്കുന്നു. ചൊവ്വല്ലൂർ സ്മൃതി ട്രസ്റ്റ് മാക്കിന്റെ ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ചൊവ്വല്ലൂർ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ച പൈതൃകം ഗുരുവായൂരിന്റെ സാരഥികൾക്ക് ചൊവ്വല്ലൂർ സ്മൃതി ട്രസ്റ്റിന്റെ ഒരു ചെറിയ ഉപഹാരം സമ്മാനിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് പൈതൃകത്തിന്റെ സാരഥികളായിട്ടുള്ള അഡ്വക്കേറ്റ് സി രാജഗോപാൽ, മധുക്കൻ നായർ തുടങ്ങിയ ആളുകളെ ക്ഷണിക്കുന്നു. ശ്രീ ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. ഗൗരവനീയമായ ഈ വേദിയിൽ
ജീവിതം ആഘോഷമാക്കിയെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മരണവും അതിനുശേഷമുള്ള ഈ അനുസ്മരണവും ആഘോഷമാക്കി ആഘോഷമാണ് അടിസ്ഥാന സ്വഭാവം. ഒരിക്കൽ പറഞ്ഞു മുത്തശ്ശി മാസ്റ്റർ ഈ എഴുതുമ്പോ എഡിറ്റോറിയല് എഴുതലൊന്നും പ്രയാസകരമായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ പതിവ് തുടരും എന്ന് പറയുന്നത് എഡിറ്റോറിയൽ തുടരും എന്ന് പറയും. അതുപോലെ